വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 17-20 മുതൽ 37 വരെ. ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. അന്ന് നിങ്ങളോട് ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയും. നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും അരുത്. മിന്നൽ ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം വിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവർ അവനോട്, കർത്താവേ, എവിടെ എന്ന് ചോദിച്ചതിന്, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് അവൻ പറഞ്ഞു. യേശു തൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കാലത്ത് പരീശന്മാരെ എന്ന് വെച്ചാൽ ആത്മീയ നേതാക്കന്മാരെ വിമർശിച്ചു. അതിനൊരു കാരണമുണ്ട്. അവർ ബാഹ്യമായ ഭക്തി പ്രകടനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. എന്നാൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ബാഹ്യമായ ഭക്തിയുടെ വേഷമല്ല പ്രധാനം, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതാണ് ദൈവം നോക്കുന്നത്. വലിയ പാപങ്ങളായി കരുതപ്പെടുന്ന കൊലപാതകം, വ്യഭിചാരം, മോഷണം എന്നിവ ദൈവം വെറുക്കുന്നു. പക്ഷേ മനസ്സിനുള്ളിലെ പാപങ്ങളായ കോപം, ലൈംഗിക ചിന്തകൾ, അസൂയ, പക, അതും ദൈവം വെറുക്കുന്ന പാപങ്ങളാണ് എന്ന് തന്നെയാണ് യേശു പഠിപ്പിച്ചത്. അതുപോലെ തന്നെ ആളുകൾ ആത്മീകമാണ്, വലിയ വിലയുള്ള കാര്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന് അറപ്പാണെന്നും യേശു പറഞ്ഞു. ലൂക്കോസ് 16-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഇതൊക്കെ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. ദൈവരാജ്യത്തെക്കുറിച്ചും മനുഷ്യരുടെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ദൈവരാജ്യം വരുന്നതിന് മുൻപ് കാണത്തക്ക ലക്ഷണങ്ങളും അടയാളങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും ഇന്നും വിശ്വസിക്കുന്നത്. യേശുവിൻ്റെ കാലത്തും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് പരീശന്മാർ യേശുവിനോട് അടയാളങ്ങൾ കാണിക്കാൻ ചോദിച്ചത്. ഇന്ന് നാം വായിച്ച ഭാഗത്ത് ദൈവരാജ്യം തന്നെയാണല്ലോ, ദൈവരാജ്യത്തിൻ്റെ വരവാണല്ലോ പ്രധാന വിഷയം. അതുകൊണ്ട് പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, ദൈവരാജ്യത്തിൻ്റെ വരവ് എങ്ങനെയായിരിക്കും, അതെപ്പോൾ സംഭവിക്കും? വളരെ ചുരുക്കമായി യേശു അതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. പക്ഷേ അത് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പരീശന്മാർക്ക് മനസ്സില്ല. കാരണം യേശു മിശിഹയാണ് എന്ന് അവർക്ക് അംഗീകരിക്കാൻ മനസ്സില്ലായിരുന്നു. യേശു മിശിഹയാണ് എന്നവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇനി ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് അവർ ചോദിക്കില്ലായിരുന്നല്ലോ. ഏതായാലും പരീശന്മാരുടെ ഈ ചോദ്യം കേട്ട് യേശു ഞെട്ടിയില്ല. താൻ വളരെ ശാന്തമായി ദൈവരാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു.
ദൈവരാജ്യത്തിൻ്റെ വരവ്, കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് 3 തെറ്റിദ്ധാരണകളാണ് ഈ ഭാഗത്ത് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്. അതിൽ ആദ്യത്തേത് 20-21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. അവിടെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ പരീശന്മാർക്കുള്ളതാണ്. പിന്നീട് ശിഷ്യന്മാർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണയും സാധാരണ ആളുകൾക്കെല്ലാം ഉണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണയും, അങ്ങനെ 3 തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ അപകടങ്ങൾ, അതിനെക്കുറിച്ചാണ് യേശു ഈ ഭാഗത്ത് പറയുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യം, യേശു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന ആർക്കും പഴയ നിയമ പ്രവചനങ്ങളും ന്യായപ്രമാണം എങ്ങനെ മിശിഹയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിവൃത്തിയാകും എന്ന് പൂർണ്ണമായി അറിയില്ലായിരുന്നു. അപൂർവം ചിലർക്ക് പ്രവചനങ്ങളിലുള്ള ചില കാര്യങ്ങളെപ്പറ്റി കുറച്ച് അറിവുണ്ടായിരുന്നു. ഉദാഹരണത്തിന് എലിസബത്ത്, മറിയ, സക്കറിയാവ്, ശിമിയോൻ, അന്ന, യോഹന്നാൻ സ്നാപകൻ, ഇവർക്കൊക്കെ പ്രവചനങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയാമായിരുന്നു. ഇതൊക്കെ മിശിഹ വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമെന്നും അവർക്കറിയാമായിരുന്നു. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ എങ്ങനെ നടക്കുമെന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. എങ്കിലും അവ സംഭവിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. ഇത് യേശുവിൻ്റെ 1-ാം വരവിൽ സത്യമാണെങ്കിൽ യേശുവിൻ്റെ 2-ാം വരവിലും ഇത് സത്യമാണ്. ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഭാവി കാലം സംഭവിച്ച് ബൈബിളിൽ പല പ്രവചനങ്ങളുമുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ നിവൃത്തിയാകും, യാതൊരു സംശയവുമില്ല, കാരണം അത് ദൈവവചനമാണ്. എന്നാൽ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻസും, വളരെ വിശദമായ കാര്യങ്ങൾ, അതിൻ്റെ എല്ലാ മൈനറായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നടക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ക്രമം എങ്ങനെയാണ്, ഇന്ന കാര്യം സംഭവിക്കും, അതിനുശേഷം ഇത് സംഭവിക്കും, ഇങ്ങനെയൊരു വിവരണം പറയാൻ ആർക്കും സാധിക്കില്ല, കാരണം അത് വെളിപ്പെടുത്തി തന്നിട്ടില്ല. ഇനി ചില ആളുകൾ ഭാവി കാലം സംബന്ധിച്ച് ഞങ്ങൾ വലിയ പണ്ഡിതന്മാരാണ്, ഞങ്ങൾ പറയുന്നത് പോലെ മാത്രമേ കർത്താവ് വരികയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒരല്പം കടന്ന കൈയാണ്. അത് ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് മനസ്സിലാവും. പക്ഷേ അതിനു മുൻപ് എല്ലാം വിശദമായി പറയാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ആരും അവകാശപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ കർത്താവിൻ്റെ 2-ാം വരവും അവൻ്റെ രാജ്യസ്ഥാപനവും നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നും കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് ജീവിക്കുന്ന നമുക്കും കർത്താവിൻ്റെ വരവ് സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെക്കുറിച്ച് താൻ ഈ പരീശന്മാരോട് പറഞ്ഞ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ 20-21 വാക്യങ്ങളിൽ പരീശന്മാരും ദൈവരാജ്യവും എന്ന ടൈറ്റിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 22-37 വരെ ശിഷ്യന്മാരും ദൈവരാജ്യവും എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പിന്നെ ശിഷ്യന്മാരോട് പ്രത്യേകം കർത്താവ് പറയുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വരവിന് വേണ്ടി അമിതോത്സാഹം കാണിക്കുന്നത് കൊണ്ട് ചില അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ച് ജീവിച്ചാൽ ദൈവരാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ച് മറക്കാൻ ഉള്ള സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് കർത്താവ് പ്രധാനമായും ഈ ഭാഗത്തുകൂടി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യം എപ്പോൾ വരുമെന്നാണല്ലോ പരീശന്മാരുടെ ചോദ്യം. അതിന് കർത്താവ് പറഞ്ഞ മറുപടി 20-21 വാക്യങ്ങളിൽ നാം കാണുന്നു. ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പരീശന്മാരാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഈ ചോദ്യം ചോദിച്ചതെന്ന് ഓർക്കുക. ആത്മീയ വിഷയങ്ങളിൽ അവർക്ക് നല്ല അറിവുണ്ട് എന്ന് ഭാവിച്ചിരുന്നവരായിരുന്നു പരീശന്മാർ. ഇന്നും കണ്ടിട്ടില്ലേ ചിലരെ, വേദപുസ്തകത്തിൽ നിന്നും അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുമില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ പരീശന്മാർ മിശിഹ അവരിൽ തന്നെ ഒരാളായിരിക്കും എന്നും വിശ്വസിച്ചിരുന്നു. എന്ന് വെച്ചാൽ എല്ലാ ആത്മീക ശുശ്രൂഷകളും അവരിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നവർ കരുതിയിരുന്നു. അവരെ ഒഴിവാക്കിക്കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാനേ കഴിയില്ല എന്നാണ് അവരുടെ ധാരണ. ദൈവരാജ്യം എപ്പോൾ വരും എന്ന അവരുടെ ചോദ്യത്തിൻ്റെ അർത്ഥം യേശു മിശിഹ അല്ലെന്ന് തന്നെയാണ്. അത് നാം നേരത്തെ കണ്ടല്ലോ. യേശുവിനെ ഒരുപക്ഷെ കൊടുക്കാനുള്ളൊരു പദ്ധതി കൂടി ഈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നിരിക്കും. ഏതായാലും യേശു ഇതിന് മറുപടി പറഞ്ഞത് കാണത്തക്കവണ്ണമല്ല ദൈവരാജ്യം വരുന്നത് എന്നാണ്. ഈ ഉത്തരം പരീശന്മാരോടാണ് പറഞ്ഞത്. പരീശന്മാർ വിചാരിച്ചിരുന്നത് ദൈവരാജ്യത്തിൻ്റെ വരവിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്ന് അവർ പഠിച്ചു വച്ചിട്ടുണ്ട്. മിശിഹ വരുമ്പോൾ
അല്ലെങ്കിൽ ദൈവരാജ്യം വരുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ആ മിശിഹയിലുണ്ടോ എന്നവർ നോക്കും. അതുണ്ടെങ്കിൽ അത് മിശിഹ, ഇല്ലെങ്കിൽ മിശിഹയല്ല. യേശുവിനെക്കുറിച്ചും അവർ അത് തന്നെയാണ് ചെയ്തത്. അവരുടെ കണക്ക് വെച്ച് അവരുടെ നിർവചനപ്രകാരം മിശിഹയ്ക്ക് വേണ്ട ഗുണങ്ങളെല്ലാം യേശുവിനുണ്ടോ എന്നവർ നോക്കി. അവർ കണ്ടില്ല. അതുകൊണ്ട് അവർ പറയുന്നു യേശു മിശിഹയല്ലെന്ന്. എന്നാൽ യേശു അവരോട് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ മിശിഹയെ കണ്ടെത്താൻ സാധിക്കില്ലെന്നാണ്. കാണത്തക്കവണ്ണമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ച് നോക്കി രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് പോലെ ഒരു മശിഹയെ നോക്കി നിങ്ങൾക്ക് കൃത്യം മെസ്സിയാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് യേശു അവരോട് പറഞ്ഞത്. പിന്നെ അവൻ പറഞ്ഞ മറ്റൊരു കാര്യം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മിശിഹ അവരുടെ ഇടയിൽ നിൽക്കുന്നു, രാജാവ് അവരുടെ ഇടയിൽ നിൽക്കുന്നു. അവർ ചോദിക്കുകയാണ് രാജ്യം എപ്പോൾ വരുമെന്ന്. മിശിഹ വരുമ്പോൾ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം യേശു ചെയ്തു കഴിഞ്ഞിരുന്നു. പക്ഷേ അടയാളങ്ങളില്ലാഞ്ഞതിനാലല്ല അവർ വിശ്വസിക്കാതിരുന്നത്, മറിച്ച് അവരുടെ കഠിന ഹൃദയ നിമിത്തമാണ്. അവർ നിശ്ചയിച്ചു വിശ്വസിക്കേണ്ട എന്ന്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കാതിരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 9:16. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം, യോഹന്നാൻ 11:47 വാക്യം, ലാസറിനെ ഉയർപ്പിച്ചു കഴിഞ്ഞുള്ള ഭാഗമാണത്. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്തു ചെയ്യേണ്ടു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അതുപോലെ തന്നെ 12-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം, ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി അവരെ വിട്ടുമറഞ്ഞു. അവർ കാണുകെ അവൻ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. ദൈവരാജ്യം വന്നു എന്ന് വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള അടയാളങ്ങൾ യേശു ചെയ്തിരുന്നു. പക്ഷേ യഹൂദന്മാർക്കത് വിശ്വസിക്കാൻ മനസ്സില്ലായിരുന്നു. അവർ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് യേശു അവരോട് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. 22-ാം വാക്യം മുതൽ യേശു തൻ്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. ശിഷ്യന്മാരോട് ദൈവരാജ്യത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്, ദൈവരാജ്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ 1-ാം വരവും 2-ാം വരവും ചേർന്നുള്ളതാണ്. ഇത് രണ്ടും ചേർന്നതാണ്. രണ്ടാമത്, യേശു പരീശന്മാരോട് പറയുമ്പോൾ തൻ്റെ 1-ാം വരവിനെക്കുറിച്ച് ആണ് കൂടുതൽ പ്രാധാന്യം നൽകി സംസാരിക്കുന്നത്. പക്ഷേ താൻ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ തൻ്റെ 2-ാം വരവിനെക്കുറിച്ച്, തൻ്റെ മടങ്ങിയ വരവിനെക്കുറിച്ചാണ് പ്രാധാന്യം നൽകി സംസാരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വരവ് അനുഗ്രഹമാണെങ്കിലും പാപികളായ ആളുകൾക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന കാര്യത്തിനും യേശു പ്രാധാന്യം നൽകുന്നുണ്ട്. ദൈവരാജ്യത്തെ സംബന്ധിച്ചുള്ള പഠിപ്പിക്കലുകളിൽ ആളുകൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അപകടം കൂടി ഉണ്ട് എന്ന് യേശു പറയുന്നുണ്ട്. ഈ അപകടങ്ങൾ ശിഷ്യന്മാർക്കും അവിശ്വാസികൾക്കും ഉണ്ടാവുകയും ചെയ്യും. ഈ കാര്യത്തിൽ ശിഷ്യന്മാർ ശ്രദ്ധിച്ചിരിക്കണം എന്ന് യേശു അവരോട് പറയുന്നു. 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ കാണാനുള്ള ശിഷ്യന്മാരുടെ അമിതമായ ആവേശം അത് ചില അപകടങ്ങൾക്ക് കാരണമാകാം എന്ന് യേശു പറയുന്നു. യേശു പറഞ്ഞു അവർ ഇപ്പോൾ യേശുവിനെ കാണുന്നുണ്ട്, എന്നാൽ ഒരു സമയം വരും അവർക്ക് യേശുവിനെ കാണാൻ കഴിയുകയില്ല എന്ന്. അതെപ്പോഴാണെന്ന് നമുക്കറിയാം. കാരണം യേശുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം താൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യേശുവിനെ കാണാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, അന്നു മുതൽ ശിഷ്യന്മാർ വലിയ കഷ്ടതകളും സഹിക്കുന്നുണ്ട്. യേശുവിനെ ത്യജിച്ച ലോകം തൻ്റെ ശിഷ്യന്മാരെയും ത്യജിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ആ ഉപദ്രവത്തിൻ്റെയൊക്കെ മധ്യേ യേശുവിനെ കാണാനുള്ള ആഗ്രഹം ശിഷ്യന്മാർക്കുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ശിഷ്യന്മാരുടെ ധാരണയും വികലമായിരുന്നു. അവരും വിചാരിച്ചിരുന്നത് യേശു ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കും. അതുകൊണ്ടാണല്ലോ ചിലർ ചോദിച്ചത് എനിക്ക് ഇടതുവശത്തും മറ്റവന് വലതുവശത്തും ഇരിക്കാൻ സാധിക്കുമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ടെന്ന് മാത്രമല്ല, യേശുവിനെ കാണാനുള്ള ഒരു വ്യഗ്രതയും ആഗ്രഹവും അവർക്കുണ്ട്. ഈ സമയത്ത് ക്രിസ്തു എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ടാൽ അവർ അതിൻ്റെ പിന്നാലെ പോകാനുള്ള സാധ്യതയുണ്ട്, വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറകെ പോകരുത് എന്നാണ് യേശു പറയുന്നത്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം
ക്രിസ്തു അല്ലെങ്കിൽ അഭിഷിക്തൻ എന്നാണല്ലോ. ഇന്നും അനേക ആളുകൾ അവർക്ക് പ്രത്യേക അഭിഷേകമുണ്ട് എന്ന് പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾ അവരുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. അത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. മിശിഹയുടെ പുറകെ പോയില്ലെങ്കിൽ രാജ്യം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ രാജ്യം വരുന്നത് നമ്മൾ കാണാതെ പോകുമോ എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് യേശു അവരോട് പറയുകയാണ്. അതുകൊണ്ടാണ് യേശു തിരസ്കരിക്കപ്പെടുമെന്നും താൻ തള്ളിക്കളയപ്പെടുമെന്നും താൻ മരിക്കുമെന്നും കഷ്ടപ്പാട് സഹിക്കേണ്ടി വരുമെന്നൊക്കെ അവരോട് 25 വാക്യത്തിൽ യേശു പറഞ്ഞത്. ഇനി നമുക്ക് 26 മുതലുള്ള ഭാഗം നോക്കാം. 20-21 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, പരീശന്മാരോ സാധാരണക്കാരോ അവർ ദൈവരാജ്യം കാണാൻ നോക്കിയിരിക്കുന്നവരാണെങ്കിൽ പോലും ദൈവരാജ്യം വരുന്നത് അവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ പറഞ്ഞില്ല. പക്ഷേ 26 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ കാരണം യേശു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. തൻ്റെ ശിഷ്യന്മാർക്ക് കൂടി ഒരു മുന്നറിയിപ്പും പ്രബോധനവുമായിട്ടാണ് യേശു ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഈ മുന്നറിയിപ്പ് പരീശന്മാർക്ക് മനസ്സിലായില്ല, പക്ഷേ അപ്പോസ്തലന്മാർക്ക് പിന്നീടാണെങ്കിലും മനസ്സിലായി. പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ നോഹയെയും ലോത്തിനെയും ഉദ്ധരിക്കുന്നുണ്ട്. അത് വരാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയാനാണ്. 2 പത്രോസ് 2:5-8 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. നോഹയും ലോത്തും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളവരാണ്. ദുഷ്ടമനുഷ്യരുടെ കൂടെ പാർത്തവരാണ്. 2 പേരും മറ്റു മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതും കണ്ടു. പക്ഷേ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ന്യായവിധി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളുടെ മേലാണ് ശിക്ഷാവിധി ഉണ്ടായത്. അവസാന നിമിഷം വരെ ദൈവം ന്യായവിധിക്കായി കാത്തിരുന്നു. ഇത് നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് നടന്നതാണ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുമെന്ന് അക്കാലത്തുണ്ടായിരുന്ന ആരും സംശയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് മുന്നറിയിപ്പില്ലായിരുന്നോ? അതിശയകരമായ മുന്നറിയിപ്പൊന്നുമില്ലായിരുന്നു. ശിക്ഷാവിധിക്ക് മുമ്പുള്ള കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ഉണ്ടായില്ല. 120 വർഷങ്ങൾ കൊണ്ട് പണിത പെട്ടകം ഒരു സാക്ഷ്യമായിരുന്നു. നീതിപ്രസംഗി എന്ന് നോഹയെ പത്രോസ് വിളിക്കുന്നുമുണ്ട്. സോദോമിനുണ്ടാകാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ മോശയും സൂചിപ്പിക്കുന്നുണ്ട്, അവരുടെ ദുഷ്ടതയെക്കുറിച്ചും മറ്റും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നുമില്ലായിരുന്നെങ്കിലും അവർ കേൾക്കേണ്ട സന്ദേശം അവർ കേട്ടിരുന്നു. നിനവേക്കാർ യോനയുടെ സന്ദേശം കേട്ടതുപോലെ. പക്ഷെ എന്തുകൊണ്ടാണ് ആരും ദൈവം കൊടുത്ത ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കാതിരുന്നത്? അതിൻ്റെ ഉത്തരം കർത്താവ് വ്യക്തമായി നൽകുന്നുണ്ട്. അവർ വരാൻ പോകുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് അറിയാതെ പോയത് അവർ അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഏർപ്പെട്ടിരുന്ന കാര്യങ്ങൾ കാരണമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അവസാനം അടുത്ത സമയത്ത് അവർ വലിയ പാപപ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എന്നല്ല യേശു പറഞ്ഞത്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ പാപമാണോ? അല്ല. അതുപോലെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് കൊടുക്കുന്നതും, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്, നടുകയും പണിയുകയും ചെയ്യുന്നത്. ഇതൊക്കെ ആളുകൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. ലോത്തിൻ്റെയും നോഹയുടെയും കാലത്തുള്ള ആളുകളെ ദൈവം ന്യായം വിധിച്ചത് അവരുടെ ദുഷ്ടത നിമിത്തമാണ്. പക്ഷേ ന്യായവിധി വളരെ അടുത്തു എന്ന കാര്യം അവരറിയാതെ പോയത് അവർ ദൈനംദിന കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്നതുകൊണ്ടാണ്. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തുണ്ടായിരുന്നവർ വളരെ ദുഷ്ടന്മാരായിരുന്നെങ്കിലും കർത്താവ് അവരുടെ ദുഷ്ടതയെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അവസാനം അടുത്തപ്പോൾ അവർ പാപത്തിൽ വ്യാപൃതരായിരുന്നു എന്നല്ല യേശു പറഞ്ഞത്. 34-35 വാക്യങ്ങൾ നോക്കിയാൽ എടുക്കപ്പെട്ടയാളും ഉപേക്ഷിക്കപ്പെട്ടയാളും 2 പേരും ഒരേ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരെയാണ് ന്യായവിധി വന്ന് നശിപ്പിച്ചത് എന്ന് കർത്താവ് ശിഷ്യന്മാരോട് എന്തിനാണ് പറയുന്നത്? ഇവിടെ ആര് ദൈവരാജ്യത്തിൽ കടക്കുമെന്നോ ആര് ഉപേക്ഷിക്കപ്പെടുമോ ഒന്നും പഠിപ്പിക്കാനല്ല യേശു ശ്രമിക്കുന്നത്. മറിച്ച് ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവരാജ്യം വരുമെന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. പരീശന്മാരും സാധാരണ ജനവും ദൈവരാജ്യം വരുന്നത് തിരിച്ചറിയാത്തതിൻ്റെ കാരണവും താനിവിടെ പറയുന്നു. ഈ ലോക ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ ആളുകൾ ദൈവരാജ്യം വരുന്നത്, അതിൻ്റെ മുന്നറിയിപ്പുകൾ തിരിച്ചറിയില്ല. നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും ആളുകൾ ജീവിക്കുകയായിരുന്നു. അവർക്ക് ജീവിതം എന്ന് വെച്ചാൽ ഭൗമികവും ഈ ലോകത്തിൽ മാത്രം സന്തോഷവും തൃപ്തിയും നൽകുന്ന കാര്യങ്ങളായിരുന്നു. 33-ാം വാക്യത്തിൽ മനുഷ്യൻ നേടുവാൻ നോക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഇതാണ്.
ആളുകളുടെ ജീവൻ ഈ ലോകത്തിലെ ജീവിതത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ അവർ ആത്മീയ കാര്യങ്ങളോട് താല്പര്യമില്ലാത്തവരായിരിക്കും. ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ അവർ അവഗണിക്കും. ഇങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾക്കും കർത്താവിൻ്റെ വരവ് അപ്രതീക്ഷിതമായിരിക്കും. അവിശ്വാസികൾക്കുള്ള ആത്മീക മന്ദത വിശ്വാസികൾക്കും ഉണ്ടാകുമെന്നതാണ് ഇതിൻ്റെ കാരണം. ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം 21:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഇനി ലോത്തിൻ്റെ കുടുംബത്തെ ശ്രദ്ധിക്കൂ. ലോത്തിൻ്റെ മരുമക്കൾ സോതാം വിടാൻ മടിച്ചു. ലോത്ത് കളി പറയുകയാണെന്ന് അവർ കരുതി. ലോത്ത് തന്നെ സോതം വിട്ടുപോകാൻ വലിയ മടി കാട്ടി. ലോത്തിൻ്റെ ഭാര്യ സോതം വിട്ടെങ്കിലും അവളുടെ ഹൃദയം എപ്പോഴും സോതോമിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾ തിരിഞ്ഞു നോക്കിയത്. അവളുടെ ജീവനായ വസ്തുക്കൾ കത്തുന്നത് കാണാനാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. നോഹയുടെയും ലോത്തിൻ്റെയും കാലത്ത് സംഭവിച്ചത് ഭാവിയിൽ ഇസ്രയേലിന് സംഭവിക്കാനുള്ളതുമായി യേശു ബന്ധിപ്പിക്കുന്നതാണ് 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. എന്നാൽ ലോത്ത് സോതം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുക്കാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. ലോത്തിൻ്റെ ഭാര്യയുടെ ഏറ്റവും വിലപ്പെട്ടതെല്ലാം സോതോമിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾ തിരിഞ്ഞു നോക്കിയത്. 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേക സംഭവത്തെപ്പറ്റിയാണ് യേശു പറയുന്നത്. ദൈവരാജ്യം വരുന്നതിനെ പറ്റിയുള്ളതാണിത്. പക്ഷേ ഇവിടെ ദൈവരാജ്യം വരുമ്പോഴുള്ള ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യത്തിലെ സ്വർണ്ണ തെരുവുകളെപ്പറ്റി ഒന്നുമല്ല, മറിച്ച് ദുഷ്ടതലമുറയിലെ ആളുകൾ നരകയാതനയിലേക്ക് പോകുന്നതാണ് ഇവിടുത്തെ വിഷയം. അത് അപ്രതീക്ഷിതമായിരിക്കും എന്നും യേശു പഠിപ്പിക്കുന്നു. 2 പേർ ഒരുമിച്ച് കിടക്കയിലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ ഉപേക്ഷിക്കപ്പെടും. അതുപോലെ ഒരുമിച്ച് വയലിലിരിക്കുന്ന 2 പേരെക്കുറിച്ച് നാം വായിക്കുന്നു. എങ്ങോട്ടാണ് അവർ എടുക്കപ്പെടുന്നത്? ഇത് സഭ എടുക്കുന്നതിനെക്കുറിച്ചാണ് എന്ന് കരുതുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് എടുക്കപ്പെടുന്നതാണ് എന്ന് കരുതുന്നവരുമുണ്ട്. 37 വാക്യത്തിൽ ശിഷ്യന്മാർ എവിടെ, അല്ലെങ്കിൽ ഇവരെ എങ്ങോട്ടാണ് എടുക്കപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഉത്തരം നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവിടെ താൻ പറയുന്നത് എന്താണ്? ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് വെച്ചാൽ ഇത് അത്ര സുഖകരമായൊരു സ്ഥലമല്ല എന്ന ഒരു അർത്ഥമാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വേദപണ്ഡിതന്മാരും AD 70 യെരുശലേമിനുണ്ടാകുന്ന നാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് കരുതുന്നു. ഏതായാലും കർത്താവിൻ്റെ 2ാം വരവുമായി ബന്ധപ്പെട്ട 3 തെറ്റിദ്ധാരണകളെക്കുറിച്ച്, അപകടങ്ങളെക്കുറിച്ചാണ് നാം ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത്, കർത്താവിൻ്റെ വരവിനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഭാവനകൾക്കും അനുസരിച്ച് നമ്മൾ തന്നെ രൂപപ്പെടുത്തുക എന്ന അപകടമാണ്. ദൈവരാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ച് പരീശന്മാർക്കും അന്നത്തെ ആളുകൾക്കും ഉണ്ടായിരുന്ന ഇത്തരം തെറ്റായ പ്രതീക്ഷകളാണ് യഥാർത്ഥ ദൈവരാജ്യത്തെയും യഥാർത്ഥ മശീഹയെയും തിരിച്ചറിയുന്നതിൽ നിന്നും അവരെ തടഞ്ഞത്. ദൈവരാജ്യത്തെ അവർ ത്യജിച്ചു, മശീഹയെ അവർ ക്രൂശിച്ചു. പരീശന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി അവർ വളരെ ശ്രദ്ധയോടെ ഇരുന്നിട്ടും അതവർ കാണാതെ പോയത് ദൈവരാജ്യം അവർ കരുതുന്നത് പോലെ തന്നെയായിരിക്കണം എന്ന് നിർബന്ധം പിടിച്ചിട്ടാണ്. അവർ യേശുവിനെ, മിശിഹയെ കണ്ടു. ദൈവരാജ്യം അവരുടെ മധ്യേ ഉണ്ടായിരുന്നു. യേശു ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. രാജാവായി മിശിഹായിട്ടാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിയത്. എന്നിട്ടും യഹൂദന്മാർ തെറ്റിപ്പോയി. അവിടെയാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ 2ാം വരവിന് വളരെ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ. നമ്മുടെ മിക്കവാറും എല്ലാ പാട്ടുകളും കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചാണ്. 2ാം വരവിൻ്റെ ക്രമങ്ങളും ഭാവികാല പരിപാടികളെല്ലാം വളരെ കൃത്യമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. പരീശന്മാരെ പോലെ ദൈവരാജ്യത്തിൻ്റെ വരവിനെപ്പറ്റിയും ഭാവികാല സംഭവങ്ങളെപ്പറ്റിയും നമ്മൾ വലിയ വിദഗ്ധരാണെന്ന് കരുതുന്നു. നമുക്കങ്ങനെ അങ്ങ് തോന്നുന്നു. ഭാവികാല സംഭവങ്ങൾ പരിശോധിച്ച് നമ്മുടെ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കാനാണ് നാം ശ്രമിക്കുന്നത്.
കർത്താവിൻ്റെ രണ്ടാം വരവ് സംബന്ധിച്ചുള്ള മിക്ക വിശദാംശങ്ങളും അത് സംഭവിക്കുന്നതിന് മുമ്പ് അറിയാൻ സാധിക്കില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. അത് സംഭവിക്കും മുമ്പ് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ആളുകൾക്ക്, എന്നുവെച്ചാൽ മിശിഹയുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് പോലും മനസ്സിലായില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ശിമിയോനോടോ അന്നയോടോ എലിസബത്തിനോടോ സഖറിയാവിനോടോ മറിയയോടോ ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, അതായത് യേശു ജനിക്കുന്നതിന് മുമ്പ് അവരോട് ചോദിക്കുകയായിരുന്നെങ്കിൽ, ഒരു ആൺകുട്ടി ജനിക്കും, അവൻ എന്നെ പുൽക്കൂട്ടിൽ കിടത്തും, ഇടയന്മാർ കാണാൻ വരും, വിദ്വാൻമാർ കാണാൻ വരും, ഈജിപ്തിലേക്ക് പോകും എന്നൊന്നും പറയാൻ അവർക്ക് ആർക്കും കഴിയുമായിരുന്നില്ല. പ്രവചന നിവൃത്തിയായി യേശു ജനിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. മിശിഹാണിതെന്ന് അവർക്ക് മനസ്സിലായി. കാരണം അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ പരിപാടികൾ മനസ്സിലാക്കാനും വിശ്വസിക്കാനും തയ്യാറായിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ എന്തൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന വിശദാംശങ്ങൾ അവർക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവ് സംബന്ധിച്ച് പണ്ഡിതരാണെന്നുള്ള ഭാവം നമുക്കുണ്ടാകാതിരിക്കട്ടെ. കർത്താവിൻ്റെ രാജ്യം നമ്മുടെ ആശയങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് മാത്രമായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കണ്ട. രണ്ടാമത്തെ അപകടം കർത്താവിനെ കാണാനുള്ള ശിഷ്യന്മാരുടെ അമിതാവേശത്തിൽ നിന്നുള്ളതാണ്. എവിടെയെങ്കിലും മെശീഹ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കേട്ടാലുടൻ അതിന് പുറകെ പോകുന്ന പ്രവണത. ഇത് ഇന്ന് ക്രിസ്തീയ കോളത്തിൽ വളരെയാണ്. കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്കറിയാൻ കഴിയില്ലെങ്കിലും അത് സംഭവിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. കർത്താവിൻ്റെ രണ്ടാം വരവ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും എന്നതല്ല പ്രധാനം. കർത്താവ് വരുമ്പോൾ അവൻ നമ്മളെ എങ്ങനെ കാണും എന്നതാണ് പ്രധാനം. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം, വഞ്ചിക്കപ്പെടാതിരിക്കണം. അതാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വിശ്വസ്തയോടെ ദൈവം നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിറവേറ്റാം. അത് ഈ ലോകമൊക്കെയും പോയി തൻ്റെ സുവിശേഷം അറിയിക്കുകയും ആളുകളെ ശിഷ്യരാക്കുകയും ചെയ്യുകയാണ്. അത് നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാം. മൂന്നാമത്തെ അപകടം ഈ ലോകമയത്തം കൊണ്ട് നമുക്കുണ്ടാകുന്ന മന്ദതയാണ്. ലോത്തിൻ്റെ കാലത്തും നോഹയുടെ കാലത്തും ആളുകൾ വലിയ പാപമൊന്നും ചെയ്തില്ല. പക്ഷേ അവർ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, വിവാഹത്തിനെടുക്കുക, നടുക, പണിയുക, വാങ്ങുക, വിൽക്കുക. ഇതൊന്നും അതിൽ തന്നെ തെറ്റായ കാര്യങ്ങളല്ല. എന്നാൽ ഇതിൽ വ്യാപൃതരാകുന്നത് വഴി ദൈവരാജ്യത്തെക്കുറിച്ച് ആളുകൾ മറക്കും. ദൈവരാജ്യം വരുന്നതിനെക്കുറിച്ച്, അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ആളുകൾ മറക്കും. ഇന്നും ക്രിസ്തീയ ഗോളത്തിന് പറ്റുന്ന അപകടം വലിയ പാപമൊന്നുമല്ല, മറിച്ച് അവരുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതിൽ അവർ തിരക്കുള്ളവരായിത്തീരുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ വരവിനെക്കുറിച്ച് അവർ വിസ്മരിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. വചനദീപം